أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ ശൈഖുന സുൽത്താനുൽ ഉലമ അശ്ശൈഖ് അബൂബക്കർ അഹ്മദ് ഹഫിളഹുല്ലാഹു വറആഹ് വമത്തഅനല്ലാഹു സുബ്ഹാനഹു വതആല ബിതൂലി ഹയാതിഹി. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വൈ അബ്ദുള്ള കുഞ്ഞി സാഹിബ്, മറ്റ് നേതാക്കൾ, സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സംഘടന കുടുംബത്തിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, നീണ്ട ഒരു പ്രസംഗത്തിന്റെ സന്ദർഭമല്ല. ഉസ്താദ് അവറുകളുടെ വിശദമായ പ്രസംഗം നടക്കാനുണ്ട്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ശൈഖുന ഉസ്താദ് അവറുകൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തന ഫലമായി, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ സ്റ്റേറ്റിലെ ഭരണകൂടത്തിന്റെയും അതുപോലെ നിയമപാലകരുടെയും സർവ്വവിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെയും ആശീർവാദത്തോടെയും നടത്തിയ ഈ മഹത്തായ കർണാടക യാത്ര അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അവന്റെ അനുഗ്രഹമായ മഴയും വെള്ളവും എല്ലാം നമുക്ക് നൽകി വളരെ സന്തോഷത്തോടുകൂടി സമാപിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി ആദ്യം മുതൽ ഇന്നേ വരെ പ്രവർത്തിച്ച മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങളും ഈ പ്രായസമയത്തും കഠിനാധ്വാനം ചെയ്ത് കർണാടകയുടെ മുക്കുമൂലകളിലൂടെ ഓടി ഒരു വലിയ സന്ദേശം ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ അധ്വാനിച്ച ഉസ്താദ് അവറുകളിൽ നിന്നും സഹകാരികളിൽ നിന്നും ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യും. നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത താജുൽ ഉലമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ പ്രവർത്തകരെയും സഹകാരികളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇന്നൊരു വല്ലാത്ത ദിവസമാണ്. കാരണം മാനവികതയ്ക്കെതിരെ, മനുഷ്യകുലത്തിനെതിരെ ഏറ്റവും വലിയ അക്രമം നടത്തിയ, ഏറ്റവും വലിയ ധിക്കാരിയും അഹങ്കാരിയുമായ ഫിർഔൻ, ഫറോവ ചക്രവർത്തി
ആ ഫറോവ ചക്രവർത്തിയുടെ നാശത്തിന് സാക്ഷിയായ ആശൂറ രാവിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതേപോലെ ധിക്കാരികളായി ജീവിച്ച് സത്യത്തിലേക്ക് ക്ഷണിച്ച നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആക്രമിക്കാൻ മുതിർന്ന ജനങ്ങളുടെ നാശത്തിന് സാക്ഷിയായ ആശൂറ ദിവസം. മറുഭാഗത്ത് നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്ത് ചൊല്ലിയതിനാൽ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ദിനം. ഇങ്ങനെ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയായ ഈ ആശൂറയോടനുബന്ധിച്ച ഈ സമയം അൽഹംദുലില്ലാ തിന്മക്കെതിരെ സത്യത്തിന്റെ പ്രചരണത്തിനു വേണ്ടി 10 ദിവസത്തോളമായി കർണാടകയിൽ നടത്തിയ ഐതിഹാസികമായ ഈ യാത്ര അതൊരു വലിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചതുപോലെ ഒരു ഭാരതയാത്ര നടത്തി ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ദിശ നൽകാൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് സർവ്വജനങ്ങളാലും ഒരുപോലെ ആദരിക്കപ്പെടുന്ന, സർവ്വലോകത്തും സർവ്വരാഷ്ട്രങ്ങളിലും ഒരുപോലെ ക്ഷണിക്കപ്പെടുന്ന, തുല്യതയില്ലാത്ത പണ്ഡിതനായ മഹാനായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഞങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആവശ്യമായതെല്ലാം നൽകി, ആവശ്യമായ ആത്മീയോപദേശങ്ങൾ നൽകി ഈ രാജ്യത്തിനും രാഷ്ട്രത്തിനും സമർപ്പിക്കുകയും ഇനിയും ധാരാളമായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പതിനായിരങ്ങളെ ഇവിടെ വാർത്തെടുക്കുകയും ചെയ്ത തുല്യതയില്ലാത്ത ആ മഹാൻ നമ്മുടെ കർണാടകയിൽ നടത്തിയ യാത്ര കേരളത്തിൽ നടന്ന യാത്രയെപ്പോലും വെല്ലുവിളിക്കുന്ന വിധമായി എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അതിന്റെ പേരിൽ അഹങ്കരിക്കാതെ നാം ആർജിച്ചെടുത്ത ഊർജം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി, സർവമത സമൂഹത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ ത്യാഗമനസ്ഥിതിയോടുകൂടി സന്നദ്ധരാകണമെന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് ഈ സമയത്ത് ഉണർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അതിന് നിങ്ങൾ സന്നദ്ധമാണെന്ന് ഓരിച്ചെരിയുന്ന മഴയത്ത് ഒരു വ്യക്തി പോലും എഴുന്നേൽക്കാതെ നിങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് എന്നും ഇത്തിബാറായി നിലനിർത്തി ധാരാളം പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്താദ് അവറുകളുടെ നാവ് കൊണ്ട് പലതും പറഞ്ഞാൽ അത് വളരെ കറക്റ്റായി സംഭവിക്കാറുള്ള അനുഭവങ്ങൾ പലപ്പോഴും കണ്ടവരാണ് ഞങ്ങൾ. അൽഹംദുലില്ലാഹ്, ഉസ്താദ് അവറുകൾ പറഞ്ഞു, നമ്മുടെ സംഘടനക്കും അതുപോലെ നമ്മുടെ പ്രവർത്തനത്തിനുമൊക്കെ എത്ര ശക്തിയുണ്ടെന്ന് കർണാടക മുഖ്യമന്ത്രി നേരിൽ ഒന്ന് കാണണം എന്നതും കൂടി ഞങ്ങളുടെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായി മഴയിലൂടെ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. ആ മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര നേരം ഉറച്ചു നിൽക്കും എന്നതിനെ സംബന്ധിച്ച് പിന്നെയും ഒരു സംശയം ബാക്കിയാകുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആ മഴയും വഹുവല്ലദീ യുർസിലു റിയാഹ ബിശ്റൻ ബൈന യദൈ റഹ്മതിഹി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വലിയ അനുഗ്രഹമായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, നാം മനുഷ്യരാണ്. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള മുഴുവൻ സൃഷ്ടികളും മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ പശുവിന്റെ പാല് കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ കഴുത്തിൽ കയറിട്ട് കുട്ടിയെ പിടിച്ചു മാറ്റി ആ പാല് മനുഷ്യൻ കറന്നെടുക്കുന്നു. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ വ്യത്യാസമില്ല. സർവ മനുഷ്യരും ആ അമ്മയുടെ പാല് കുട്ടി കുടിക്കുമ്പോൾ കുട്ടിയെ പിടിച്ചു മാറ്റി കറന്നെടുത്ത് അവർ കുടിക്കുകയും
അവരുടെ മക്കൾക്ക് കുടിക്കാൻ നൽകുകയും ചെയ്യുന്നു. ഇത് അനീതിയാണെന്നോ അക്രമമാണെന്നോ ലോകത്താരും പറയാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം മനുഷ്യന് വേണ്ടിയാണ് പാല്, മനുഷ്യന് വേണ്ടിയാണ് പശു എന്ന തത്വം സർവ്വജനങ്ങളും അംഗീകരിച്ചതുകൊണ്ടാണ്. കോഴികൾ മുട്ടയിടുന്നു. മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ടയുമെടുത്ത് മനുഷ്യൻ പോകുന്നു. അവൻ ഒരുപക്ഷേ അത് വിറ്റ് കാശാക്കുന്നു. ഈ കോഴിക്കൊരു കഷ്ണം കൊടുത്തില്ല. അത് കോഴിയോട് അനീതിയാണെന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. കടലിൽ പോയി കടലിൽ നിന്ന് സുന്ദരമായി നീന്തി കുളിച്ച് കളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെ മനുഷ്യൻ ലക്ഷക്കണക്കിന് പിടിച്ചുകൊണ്ടുവരുന്നു. ആ മത്സ്യങ്ങളെ അവൻ അതാ കൊന്നതിന് ശേഷം ചൂടാക്കി വേവിച്ച് തിന്നുന്നു. ഇത് തെറ്റാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഇതേപോലെ ഏത് വസ്തുവിലേക്ക് നമ്മൾ ചിന്തിച്ചാലും എല്ലാം മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ വസ്തുക്കളെയും മനുഷ്യൻ നിയന്ത്രിക്കുന്നു. ആനയെ വളർത്തുന്ന മനുഷ്യനുണ്ട്, സിംഹത്തെ വളർത്തുന്ന മനുഷ്യനുണ്ട്, പാമ്പിനെ വളർത്തുന്ന മനുഷ്യനുണ്ട്, നരിയെ പോറ്റുന്ന മനുഷ്യനുണ്ട്. പക്ഷേ മനുഷ്യനെ ഒരു മൃഗവും വളർത്തുന്നില്ല. ആന മനുഷ്യന് അധീനപ്പെടുന്നു, മനുഷ്യൻ ആനക്ക് അധീനപ്പെടുന്നില്ല. മനുഷ്യൻ ഏറ്റവും ബഹുമാനമുള്ള ജീവിയാണ്, മനുഷ്യൻ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിയാണ്. ആ മനുഷ്യൻ എല്ലാ സൃഷ്ടികളും മനുഷ്യന് വേണ്ടിയാണ്. എങ്കിൽ പിന്നെ മനുഷ്യന്റെ ബഹുമാനം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമായ, ലോകത്തിന്റെ മുഴുവനും നേതാവായ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, ശഫീഉൽ മുദ്നിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. സർവ സൃഷ്ടികളിലും ഏറ്റവും ഉത്കൃഷ്ടരായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. പക്ഷേ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ കേവലം ഒരു സാധാരണ മനുഷ്യനല്ല. ഖുൽ പറയൂ നബിയേ, ഇന്നമാ അന ബശർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ തന്നെയാണ്, ഞാൻ മനുഷ്യൻ തന്നെയാണ്. ഇന്നമാ അന ബശർ മിഥ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ എന്നല്ല. അത് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ വാദമാണ്. മറിച്ച് ഇന്നമാ അന ബശർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ തന്നെയാണ്, മനുഷ്യൻ മാത്രമാണ്. മിഥ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ. മനുഷ്യരായ നിങ്ങളിലേക്ക് മലക്കിനെ നിയോഗിച്ചതല്ല, ജിന്നിനെ പറഞ്ഞേച്ചതല്ല. ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യരായതുപോലെ. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനല്ല. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്. നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംവദിക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിൽ സന്ദേശം സ്വീകരിക്കാൻ കഴിയില്ല. എനിക്കതിനൊക്കെ കഴിയുന്ന അസാധാരണ മനുഷ്യനാണ് ഞാൻ. എനിക്ക് വഹി അറിയിക്കപ്പെടുന്നു, നിങ്ങളെപ്പോലെ അല്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നത് മാത്രം മതി. മനുഷ്യകുലത്തിന് ബഹുമാനമായി ആ ഒരൊറ്റ കാര്യം മതി. ആ മനുഷ്യൻ, അവന്റെ സൃഷ്ടിപ്പ് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ശൈഖുന കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഉസ്താദ് ഇങ്ങനെ വിവരിക്കുമ്പോ ഒരു ദിവസം പറഞ്ഞു, മുഖത്തോട് മുഖം നോക്കുന്ന ജീവി മനുഷ്യനല്ലാതെ വേറെ ഏതാണ്? മൃഗങ്ങളിൽ പലതും അത് തലതാഴ്ത്തി നടക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കാൻ അതിന് കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ
അതിന്റെ മുഖം നിലത്ത് വെച്ച് ഉരസുകയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ വത്തീനി വസ്സൈത്തൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യൻ, ഏറ്റവും നല്ല ഭംഗിയുള്ള, സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരു ജീവിയും കാസെടുക്കുന്നത് കേട്ടില്ല, പ്രസംഗിക്കുന്നത് കേട്ടില്ല, ഒരു ജീവിയും ചിരിക്കുന്നത് കേട്ടില്ല. പശു കരയുന്നത് കേട്ടിട്ടുണ്ട്, ആന കരയുന്നത് കേട്ടിട്ടുണ്ട്, ആന ചിരിക്കുന്നത് കേട്ടവരുണ്ടോ? ചിരിക്കുന്നത് കണ്ടവരുണ്ടോ? സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ എത്രയെത്ര ബഹുമാനങ്ങളാണ്. ആ മനുഷ്യന് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംസാരശേഷിയും അതുപോലെ ചിന്താശക്തിയും ബുദ്ധിയും എല്ലാം നൽകി അല്ലാഹു പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ധാരാളം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യന്മാരുടെ കയ്യിലൊന്നും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാണുന്ന മനുഷ്യന്മാരെ ഒക്കെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് പശുക്കളെയും ആടുകളെയും ആനകളെയും അതുപോലെ പൂച്ചകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അന്നുകൊണ്ട് പൂച്ചയും ആനയും പശുവൊക്കെ മൊബൈൽ ഫോൺ പിടിക്കാതെ, ഇപ്പോഴുണ്ട് മൊബൈൽ ഫോൺ പിടിക്കാതെ. എന്തേ കാരണം? അതിന് പുരോഗതിയില്ല. മറിച്ച് മനുഷ്യൻ നൽകുന്ന പുരോഗതി അനുഭവിക്കാനല്ലാതെ സ്വയം പുരോഗമിക്കാനുള്ള വിശേഷ ബുദ്ധിയോ ചിന്താശക്തിയോ മനുഷ്യരില്ല, ഈ മൃഗങ്ങൾക്കില്ല. അത് മനുഷ്യന് മാത്രമാണ്. അങ്ങനെ പലതുകൊണ്ടും അനുഗ്രഹീതനാണ് മനുഷ്യൻ.